വിശ്വാസികൾ ആഭരണം വർജിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ എന്ന് പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറഞ്ഞു കമന്റ് സെക്ഷനിൽ ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസികൾ ആഭരണം, സ്വർണം, മുത്ത്, എൻ്റെ കയ്യിൽ മുത്തുമാലയുണ്ട്, സ്വർണം പോലെയുള്ളതുണ്ട്, ഇതെല്ലാം വിശ്വാസികൾക്ക് ഉപയോഗിക്കാമോ? ആണാകട്ടെ പെണ്ണാകട്ടെ, ദൈവമക്കൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാമോ? ഇതാണ് നമ്മുടെ ചോദ്യം. വിഷയം ആഭരണധാരണം. പാസ്റ്റർ ഡാമിയന് വചനപ്രകാരമുള്ള മറുപടി. ബ്ലെസ്സിംഗ് ടുഡേ. ഒരു ന്യൂജൻ സ്വതന്ത്ര സഭയുടെ സ്ഥാപകനായ പാസ്റ്റർ ഡാമിയൻ തന്റെ ചാനലിലൂടെ പൊതുജനത്തോട് ബൈബിൾ സത്യങ്ങളെ വളച്ചൊടിച്ചു. വിശ്വാസികൾ ആഭരണം ഒഴിവാക്കണമോ എന്നു പറഞ്ഞ ഈ ദുരുപദേശങ്ങൾക്ക് വ്യക്തമായ മറുപടി 15/3/2026 ഉടൻ വരുന്നു. കേട്ടതും ഉള്ളതുമില്ലാത്തതും പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുള്ള ആഭരണധാരണമെന്ന വിഷയം വചനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സാധാരണക്കാർക്കും ബൈബിൾ പഠിതാക്കൾക്കും മനസ്സിലാകുന്ന തരത്തിൽ ഉടൻ അവതരിപ്പിക്കുന്നു. വചനത്തിൽ അല്പം പോലും കൂട്ടിച്ചേർക്കാതെ സത്യസന്ധമായി ഈ വിഷയങ്ങൾക്ക് മറുപടിയുണ്ടാകും. വീഡിയോയിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വചനപ്രകാരം വ്യക്തമായ മറുപടികൾ തന്നിരിക്കും. ഈ പരമ്പരയിൽ പറയുന്ന തിരുവചനം സത്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡാമിയൻ തന്റെ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ റദ്ദാക്കുകയും ഈ വിഷയം തങ്ങളുടെ ചാനലിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യണം. കാരണം വിശ്വാസികൾ ആഭരണം ഒഴിവാക്കണമോ എന്ന് താങ്കൾ പറഞ്ഞ വിഷയം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്രയും പേരിലേക്ക് ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ എനിക്ക് എത്തിക്കുവാൻ പ്രയാസമാണ്. വചനത്തിൽ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ താങ്കൾ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ചാനൽ പുതിയ ചാനലായതുകൊണ്ട് എത്ര ആളുകളിലേക്ക് ഈ വിഷയം എത്തുമെന്നറിയില്ല. എങ്കിലും ചുരുക്കം ചിലരെങ്കിലും ഇത് കേൾക്കും എന്ന് വിശ്വസിക്കുന്നു. കമന്റ് സെക്ഷനിൽ അതാത് സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും മാത്രമേ മറുപടി പറയുവാൻ സാധിക്കൂ. കാരണം ഈ വിഷയം ഒരു വിവാദം സൃഷ്ടിക്കാനല്ല. നാളുകളായി ആഭരണധാരണം തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാതെ ചില വിശ്വാസികൾ ഊരിമാറ്റുന്നു. ചിലർ വീണ്ടും ധരിക്കുന്നു, മറ്റു ചിലർ ഊരിമാറ്റുന്നില്ല. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി എന്ത് ചെയ്യണം എന്ന് സംശയിച്ചു നിൽക്കുന്ന ദൈവമക്കൾക്ക് ഈ വിഷയം ഒരു അനുഗ്രഹമാകും. ഈ വീഡിയോകൾ എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.